Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Okay. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് നമ്മള് എംപ്ലോയി സേഫ്റ്റി ടീച്ചറിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള പേജ് നമ്പർ 179 ടോപ്പിക് ആണ് എടുക്കുന്നത്. എംപ്ലോയി സേഫ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോ ഷെയർ ചെയ്യാൻ പ്രീവിയസ് മിനിറ്റ്. ഓക്കെ, നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എംപ്ലോയി സേഫ്റ്റിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം നമ്മുടെ എംപ്ലോയീസ് ഹ്യൂമൻ ബീങ്സിന്റെ സേഫ്റ്റി ഉറപ്പാക്കേണ്ട കടമ ആർക്കാണ്? ഫുള്ളി ആ ഒരു ഉറപ്പ് ആര് കൊടുക്കണം? എംപ്ലോയി സേഫ്റ്റി ആരായിരിക്കണം മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത്? എംപ്ലോയർ ആണ് അല്ലെ, ഓണർ ആണ് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? എംപ്ലോയി സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് കൊടുക്കേണ്ടത് ആരാണ്? എംപ്ലോയീസിന് ഓണർ ആണ്. Employee safety or industrial safety can be refers to the practice that are put into effect so that they treat of damage, injury, and hazardous to the property, person, or any place or session, including producing, manufacturing, processing of merchandise is minimized. സിമ്പിൾ ആണ് പറയുന്നത്. എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ആണ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സേഫ്റ്റി ഉറപ്പ് കൊടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? എംപ്ലോയറിന്റെ ഡ്യൂട്ടിയാണ്. നമുക്കറിയാം മേ ബി എന്തെങ്കിലും ആക്സിഡൻസ് കാരണം നമുക്ക് ഡാമേജസ്, ഇഞ്ചുറീസ്, നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഹസാർഡസ് പേഴ്സണ് ആപത്തൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ, ഫാക്ടറിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസിങ്, മാനുഫാക്ചറിങ്, പ്രോസസ്സിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേഞ്ചേഴ്സ് ഉണ്ട്. സോ ഇതിൽ നിന്നെല്ലാം അവരെ സേഫ് ഗാർഡ് ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്? എംപ്ലോയർക്കാണ്. One of the basic problems that organization face is ensuring the safety of its workers. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മുടെ വർക്കേഴ്സിന്, നമ്മുടെ എംപ്ലോയീസിന് സേഫ്റ്റി ഉറപ്പ് കൊടുക്കുക. എസ്പെഷ്യലി ദോസ് ഹു ഓപ്പറേറ്റ് ഇൻ ഡേഞ്ചറസ് കണ്ടീഷൻ. നമ്മൾ വിചാരിക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. സോ അവർക്കെല്ലാം ഒരു സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഓർഗനൈസേഷന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആണ്. The employer have a non-transferable responsibility to create a work environment for their employees. നമ്മള് എംപ്ലോയർ എന്താണ് ഫുൾ റെസ്പോൺസിബിലിറ്റി നല്ലൊരു ഡേഞ്ചറസ് അല്ലാത്ത ഒരു നല്ല സേഫ് ആയിട്ടുള്ളൊരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു വർക്ക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു എംപ്ലോയറിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ കടമയാണ്. എംപ്ലോയിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് സേഫ്റ്റി. എംപ്ലോയീസിന് നമ്മൾ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം. ആരാണ്? എംപ്ലോയർ ആണ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻസും അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിറ്റുവേഷനും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എംപ്ലോയീസിന്റെ സേഫ്റ്റി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്? എംപ്ലോയറുടെ ഉത്തരവാദിത്തമാണ്. They do not remain vigilant on the safety aspect. They might encounter an increased number of mishaps and as the result might have been to incur greater compensation cost. നമുക്ക് കുറച്ച് വിജിലന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സേഫ്റ്റിയും കാര്യങ്ങളും നമുക്ക് എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മൾ കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടതായിട്ട് വരും. എംപ്ലോയീസിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണ്, അവർക്ക് ആക്സിഡൻസോ ഡാമേജസോ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്ന് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പേ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം വർക്കേഴ്സിന് വർക്ക് പ്ലേസിൽ വരുന്ന നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഡാമേജസും അപ്പോ വരുന്ന ആക്സിഡൻസിന്റെയും ഫുൾ കോസ്റ്റ് ഇൻക്ലൂഡിങ് ആ കോസ്റ്റ് പ്ലസ് നമുക്ക് ആ വരുന്ന ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് പ്ലസ് നമ്മൾ അവർക്ക് ആ ഒരു കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്?
എംപ്ലോയർക്കാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ സേഫ്റ്റി കുറവാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കോമ്പൻസേഷൻ പാക്കേജസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എംപ്ലോയർ എന്ത് ചെയ്യാം, ഇത്രയും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന് സേഫ്റ്റി അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാം. Mishaps taking place at workplace will cause reduce moral, productivity, motivation and performance of the employees. ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് മിസ്ഹാപ്പ് സംഭവിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളും കുറവാണെങ്കിൽ നമ്മുടെ മോറൽ കുറയും, പ്രൊഡക്ടിവിറ്റി കുറയും. കാരണം നമ്മൾ പേടിച്ചിട്ടായിരിക്കും ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. നമുക്ക് മോട്ടിവേഷൻ കുറവായിരിക്കും. എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മോറോവർ ഇൻഡസ്ട്രിയൽ മിസ്ഹാപ്സ് divert the focus of the organization from production to non-fruitable action like mishaps linked legislation, diversion of the reserve in order to meet compensation cost. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു എക്സ്ട്രാ ഓർഗനൈസേഷൻ സംബന്ധിച്ച് എക്സ്ട്രാ ചെലവും കാര്യങ്ങളൊക്കെ വരും. സോ നമ്മൾ ഓർഗനൈസേഷൻ എന്താ ചെയ്യേണ്ടത്, ഒരു സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, എൻവയോൺമെന്റ്, എംപ്ലോയീസിന് വർക്ക് ചെയ്യാവുന്ന ഒരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം നമുക്ക് എക്സ്പെൻഡിച്ചറും കോസ്റ്റും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് രണ്ട് ഡെഫിനിഷൻസ് നോക്കാനുണ്ട്. അക്കോർഡിംഗ് ടു Monday, employee safety involved protecting employee from injury caused by the work related accidents. എന്താണ് എംപ്ലോയി സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? എംപ്ലോയീസിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷനെയാണ് എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത്. ഫ്രം ഇഞ്ചുറീസ്, നമ്മളെ വർക്ക് പ്ലേസിൽ നടക്കുന്ന ആക്സിഡൻസ് മൂലം വരുന്ന ഇഞ്ചുറീസിൽ നിന്ന് നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷനെയാണ് എംപ്ലോയി സേഫ്റ്റി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ജന മീറ്റ്, safety is both physical and safety is present when the people are free from being badly harmed. ഫിസിക്കൽ സേഫ്റ്റി ആണ് മെയിൻലി പറയുന്നത്. പ്രസന്റഡ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഒന്നും ഹാം ചെയ്യാത്ത രീതിയിൽ ഫ്രീ ആയിരിക്കണം. ഏതെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ ഹാം ആവാത്ത രീതിയിൽ ഈ ആക്സിഡന്റ് സംഭവിക്കാതിരിക്കുക, എംപ്ലോയീസിന് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ഫുൾ എംപ്ലോയി സേഫ്റ്റി ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ സ്ഥാപനത്തില് എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ എംപ്ലോയറുടെ ഉത്തരവാദിത്തമാണ് പ്രോപ്പർ ആയിട്ടുള്ള എംപ്ലോയി സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. നീഡ് ഫോർ എംപ്ലോയി സേഫ്റ്റി, എന്തുകൊണ്ടാണ് എംപ്ലോയി സേഫ്റ്റി എന്ന് നീഡ് എന്ന് നോക്കാം. ഫോളോയിങ് ഫാക്ടേഴ്സ് കോസസ് ദ ഓർഗനൈസേഷൻ ടു ഫോളോ എംപ്ലോയി സേഫ്റ്റി നോംസ്. താഴെ പറയുന്ന കാരണങ്ങളാണ് എംപ്ലോയി സേഫ്റ്റി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. ടു സേവ് ദ ഹ്യൂമൻ ലൈഫ് ഫ്രം ദ ലോസസ്. നമുക്കറിയാം ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും എന്തിനും മെഷർ ചെയ്യാൻ പറ്റില്ല, മണിയിൽ മെഷർ ചെയ്യാൻ പറ്റാത്തൊരു വാല്യുബിൾ ആയിട്ടുള്ള തിങ് ആണ് എന്ത്, ഒരു വ്യക്തിയുടെ നഷ്ടം എന്ന് പറയുന്നത്. ഒരു വ്യക്തി, ഒരു ഫാമിലിയിൽ ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ എത്ര പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാലും നമുക്ക് ആ നഷ്ടം എന്ത് ചെയ്യാൻ പറ്റില്ല, നികത്താനായിട്ട് പറ്റില്ല. സോ ഹ്യൂമൻ ലൈഫ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ് അറൌണ്ട് ആസ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള തിങ് മെഷീനോ അല്ലെങ്കിൽ കമ്പനിയോ പ്രോഫിറ്റോ ഒന്നുമല്ല, എന്താണ്, ഒരു വ്യക്തിയുടെ ജീവനാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ എംപ്ലോയർ ടു സേവ് ദയർ എംപ്ലോയി ഫ്രം എനി സോർട്ട് ഓഫ് ഡേഞ്ചർ. അപ്പൊ ആരുടെ ഡ്യൂട്ടിയാണ്? എംപ്ലോയറുടെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യാന്നുള്ളത്, സേവ് ചെയ്യുക, എംപ്ലോയിനെ സേവ് ചെയ്യുക, ഡേഞ്ചറിൽ നിന്ന് സേവ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? എംപ്ലോയറുടെ ഡ്യൂട്ടിയാണ്. ടു ഗെറ്റ് റിഡ് ഓഫ് ദ ഫിനാൻഷ്യൽ കോസ്റ്റ്, to get rid of financial cost. നമുക്ക് അറിയാം എംപ്ലോയീസിന് ഡിസബിലിറ്റീസ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നു. അപ്പൊ നമുക്ക് ഓർഗനൈസേഷൻ ഒരുപാട് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ കൊടുക്കണം. ഡിസീസ്ഡ് ആയിട്ടുള്ള എംപ്ലോയിയുടെ ഫാമിലിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ കൊടുക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻഡിച്ചർ വരും. സോ നമ്മൾ അങ്ങനെ ഒരു എക്സ്പെൻഡിച്ചർ വരാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യണം. As a result of disability or death of an employee, ഒരു എംപ്ലോയിക്ക് ഡിസബിലിറ്റി സംഭവിച്ചോ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ an organization has to bear both direct and indirect cost. അപ്പോ അവിടെ വരുന്ന ഡയറക്റ്റ് ആസ് വെൽ ആസ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആര് ബിയർ ചെയ്യണം? ഓർഗനൈസേഷൻ ബിയർ ചെയ്യണം. ഡയറക്റ്റ് കോസ്റ്റ് സച്ച് ആസ് ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻജേർഡ് ആയിട്ടുള്ള പേഴ്സണോ ഡിസീസ്ഡ് ആയിട്ടുള്ള പേഴ്സണോ ഫാമിലിക്കോ നമ്മൾ എന്ത് കൊടുക്കണം? ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ കൊടുക്കണം. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടാണല്ലോ അവർക്ക് എന്ത് സംഭവിച്ചത്? ആക്സിഡന്റ് സംഭവിച്ചത്.
The cost incurred is this is the person, this is the family, and indirect costs such as integration in work and cost incurred in employee and training new employee who would take the place of injured or deceased workers. നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ചെലവുകൾ വരും, കാരണം നമ്മുടെ വർക്ക് തടസ്സപ്പെടും. ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ഇത്ര ദിവസത്തേക്ക് നമ്മൾ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വരും. അപ്പൊ നമുക്ക് നഷ്ടം വരും. ദെൻ പുതിയൊരു എംപ്ലോയിനെ ഹയർ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വരുന്നു, അപ്പൊ എക്സ്പെൻസ് വരുന്നു. അവരെ ട്രെയിൻ ചെയ്യാൻ നമുക്ക് എക്സ്പെൻസ് വരുന്നു. എംപ്ലോയിനെ ആ ഒരു എംപ്ലോയിയുടെ ട്രെയിൻ ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് ഒത്തിരി എക്സ്പെൻസ് ഡയറക്റ്റ്ലി എടുത്ത് വരുന്നുണ്ട്, ഓർഗനൈസേഷനിൽ വരുന്നുണ്ട്. മാക്സിമം അങ്ങനെ എക്സ്പെൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇപ്പോഴുള്ള എംപ്ലോയീസിന് പ്രോപ്പർ ആയിട്ടുള്ള സേഫ്റ്റി ആൻഡ് പ്രോപ്പർ ആയിട്ട് മെഷേഴ്സും കാര്യങ്ങളും ഫോളോ ചെയ്യണം. ടു ബി സോഷ്യലി റെസ്പോൺസിബിൾ. നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു സ്ഥാപനമാണ്. കാരണം നമ്മുടെ സൊസൈറ്റിയുടെ റിസോഴ്സും കാര്യങ്ങളാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ വരുന്ന എംപ്ലോയീസിന്റെ ഹെൽത്തും അവരുടെ സേഫ്റ്റിയും ഉറപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റിഫ്ലക്ട് ചെയ്യാണ്. എല്ലാ എംപ്ലോയീസും ഒരു സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ എംപ്ലോയീസിന് സേഫ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ ഒക്യൂർ ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. ആൻഡ് എവറി എംപ്ലോയി ഈസ് എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. നമുക്കറിയാം എല്ലാ എംപ്ലോയീസും സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആണ്. The most important social responsibility of the organization is to keep their employee healthy and safe. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്താണ്, അവരുടെ എംപ്ലോയീസ് നല്ല ഹെൽത്തി ആയിട്ട് സേഫ്റ്റി ആയിട്ട് നിലനിർത്തുക എന്നതാണ്. ആൻഡ് അവോയ്ഡ് ഒക്കറൻസ് ഓഫ് എനി ടൈപ്സ് ഓഫ് മിസ്ഹാപ്സ് ഓൺ ദെയർ പാർട്ട്. അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ ആക്സിഡൻസോ കാര്യങ്ങളോ ഒക്യൂർ ചെയ്യുന്നത് മാക്സിമം എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ. ടു ബി ഫ്രീ ഫ്രം ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റ്. നമുക്ക് അറിയാം എന്താണ്, നമുക്ക് ആക്സിഡൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയി ബേസ് ഇൻഷുറൻസ് ക്ലെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സെറ്റ് ചെയ്യേണ്ടി വരും. 1 മിനിറ്റ് പറയാം. ടു ഫ്രീ ഫ്രം ഇൻഷുറൻസ് പ്രീമിയം കോസ്റ്റ്. ഇപ്പൊ നമുക്ക് എപ്പോഴും ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ എല്ലാ എംപ്ലോയീസിനും ഇൻഷുറൻസ് എടുക്കണമല്ലോ. എംപ്ലോയീസ് ഇൻഷുറൻസ് പ്ലാൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരു പ്രീമിയം എന്ത് ചെയ്യും, കുറച്ചും കൂടി കൂടുതലായിട്ട് അതിൽ ഫിക്സ് ചെയ്യുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ എപ്പോഴും ആക്സിഡൻസ് സംഭവിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം അവരെന്ത് ചെയ്യും, ഇൻഷുറൻസ് കമ്പനീസ് കുറച്ചും കൂടി എക്സ്ട്രാ എമൗണ്ട് നമ്മുടെ കളക്ട് ചെയ്യും. കാരണം മേ ബി എപ്പോ വേണമെങ്കിലും ആക്സിഡൻസ് സംഭവിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് എന്താണ്, നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം കൂടുതലായിരിക്കും, ഹൈ ആയിരിക്കും. ഓക്കെ, നോക്കാട്ടോ. To be free from insurance premium cost, an organization finalizes the insurance premium of its employee based on the insurance claims it makes for death or injury to the employees. നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം ഫിക്സ് ചെയ്യുന്നത് അവിടെ നടക്കുന്ന എംപ്ലോയീസിന്റെ ഡെത്ത് ആൻഡ് ഇൻഷുറീസിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. Hence, it is to keep itself an employee away from മിസ്ഹാപ്സ്. അങ്ങനെ സംഭവിക്കുന്ന ആക്സിഡൻസിൽ നിന്നൊക്കെ നമ്മൾ എംപ്ലോയീസിനെ സേഫ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഉറപ്പാണ്. കാരണം എപ്പോഴും ആക്സിഡന്റ് സംഭവിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ, ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഹൈ റേറ്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം ആയിരിക്കും ഫിക്സ് ചെയ്യുക. കാരണം അവർക്ക് എപ്പോ നഷ്ടം വരാൻ പാടില്ലല്ലോ, ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടം വരാൻ പാടില്ല. അതുകൊണ്ടാണ് അവർ ഹൈ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. Free of fine or imprisonment against safety failure. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു ഓർഗനൈസേഷനിൽ ആക്സിഡന്റ് സംഭവിച്ചു, സേഫ്റ്റി ഫെയിലിയർ കാരണമാണ് ഇന്ന ഓർഗനൈസേഷന് ഇത്രയും രൂപ ഫൈൻ വന്നു. അല്ലെങ്കിൽ മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സേഫ്റ്റി മെഷേഴ്സിന്റെ ഇംപ്രോപ്പർ ആയതുകൊണ്ട് അവർക്ക് എന്താണ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ രണ്ടും, ബോത്ത് ഫൈൻ ആൻഡ് ഇംപ്രിസൺമെന്റും എന്ത് ചെയ്യാറുണ്ട്, കോർട്ട് എന്ത് ചെയ്യാറുണ്ട്, വിധിക്കാറുണ്ട്. അപ്പോ നമ്മൾ ശ്രദ്ധിച്ച് വേണം എംപ്ലോയീസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സേഫ്റ്റി ഉറപ്പ് കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, എംപ്ലോയറിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് ആർക്ക് മാറാനായിട്ട് പറ്റില്ല, എംപ്ലോയർക്ക് മാറാനായിട്ട് പറ്റില്ല. According to fact, to be free
or fine or imprisonment against safety failure. According to Factory Act 1948, Factory Act 1948 pragaram, an employer that does not maintain sufficient safety measures resulting in serious industrial mishaps may have to pay fine or may be imprisoned or both, depends on the seriousness of the mishap. ഇപ്പോ നമ്മള് ഫാക്ടറി ആക്ട് 1948 പ്രകാരം എംപ്ലോയീസിന്റെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഫാക്ടറി ആക്ടിലാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മള് എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ മിസ്ഹാപ്പ് സംഭവിക്കുകയാണെങ്കിൽ ഇത്ര രൂപ വരെ ഫൈൻ എന്തെങ്കിലും ചാർജ് ചെയ്യും, അല്ലെങ്കിൽ ജയിലിൽ നമ്മൾ പോകേണ്ടതായിട്ട് ഇംപ്രിസൺ ആവാനുള്ള ചാൻസ് ഉണ്ട്, തടങ്കലിൽ പോകേണ്ടതായിട്ട് വരും. ഓർ ബോത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ, രണ്ടും കൂടി ഒരുമിച്ച് വരും. ചിലപ്പോൾ ഫൈൻ പ്ലസ് നമ്മൾ ഇംപ്രിസൺമെന്റ് വരുവാറുണ്ട്. ആ സീരിയസ്നെസ് ഓഫ് ആക്സിഡന്റ്, നമ്മുടെ ആക്സിഡന്റിന്റെ സീരിയസ്നെസ് നോക്കിയിട്ടായിരിക്കും വരുന്നത്, നമുക്കത് വിധിക്കുന്നത്. If an industrial mishap is informed and is concerned authorities such as chief inspector of the factory and find out through the primary investigation that there were lapse of safety measures. നമുക്ക് മനസ്സിലായ ഒരു ഫാക്ടറിയിൽ എന്താണ് ഇങ്ങനെ ഇൻഡസ്ട്രിയൽ മിസ്ഹാപ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസേൺ ആയിട്ടുള്ള അതോറിറ്റിയുടെ അടുത്ത് ഇൻഫോം ചെയ്യാം. അതാരാണ്? ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആണ് ആ ഒരു കൺസേൺ അതോറിറ്റി എന്ന് പറയുന്നത്. അവിടെ നിന്നായിരിക്കും പ്രൈമറി ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ മെഷേഴ്സും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. That there were lapse in safety measures. In safety measures ഇല്ലെങ്കിൽ, ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, we can delegate order and get the management prosecuted for severe carelessness. അപ്പോ അങ്ങനെ നമ്മള് സേഫ്റ്റി മെഷേഴ്സ് ഫോളോ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഓർഡർ പാസ്സാക്കും, ഡെലിഗേറ്റ് ചെയ്യും. എന്താണ്? ഒന്നില്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഫാക്ടറി അടച്ചിടും, അല്ലെങ്കിൽ കേസ് കൊടുക്കും, മാനേജ്മെന്റിനെതിരെ കേസ് കൊടുക്കും. സ്വമേധയാൽ കേസ് എടുക്കാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസിന് ഉണ്ട്. അപ്പൊ നമ്മള് സേഫ്റ്റി മെഷേഴ്സ് ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേസ് നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് പറ്റും, ആ വ്യക്തിക്ക് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ നോക്കിയിട്ട് എംപ്ലോയി സേഫ്റ്റി ആണ് ആരുടെ ഉത്തരവാദിത്തമാണ്? മെയിൻലി എംപ്ലോയി സേഫ്റ്റി എന്ന് പറഞ്ഞു എംപ്ലോയറുടെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയിയുടെയും സുരക്ഷിതമായിട്ടുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്താന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? എംപ്ലോയറുടെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ടാണ് എംപ്ലോയീസ് സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്? നമുക്കറിയാം, മറ്റെന്ത് വെച്ച് മെഷർ ചെയ്താലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തൊരു വസ്തുവാണ് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവൻ നമുക്ക് മണിയിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ടു സേവ് ഹ്യൂമൻ ലൈഫ് ഫ്രം ലോസസ്, അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു വ്യക്തിയുടെ ജീവനല്ലേ, പക്ഷെ ആ ഒരു വ്യക്തിയുടെ ആ ഒരു വിടവ് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. നഷ്ടം നികത്താൻ നമ്മൾ എത്ര പൈസ കൊടുത്താലും ഒരാൾക്കും അത് പറ്റില്ല, എന്ത് ചെയ്യാനായിട്ട് നികത്താനായിട്ട് പറ്റില്ല. ദെൻ ഒരു വ്യക്തിക്ക് ഒരു ഡിസബിലിറ്റീസോ ഡെത്തോ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്, ഫിനാൻഷ്യൽ കോസ്റ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻജുറി പേഴ്സണോ ഡിസീസ്ഡ് ആയിട്ടുള്ള ഫാമിലിക്കും കൊടുക്കേണ്ടതായിട്ട് വരും. ഡിസീസിന്റെ ഫാമിലി മെമ്പേഴ്സിനും കൊടുക്കേണ്ടതായിട്ട് വരും, മരണം സംഭവിച്ച വ്യക്തിയുടെ. അല്ലാത്ത പക്ഷം നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കോസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ ആ ഒരു സ്ഥാനത്തേക്ക് വേറൊരാളെ റിക്രൂട്ട് ചെയ്യണം, അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ടു ബി സോഷ്യൽ റെസ്പോൺസിബിൾ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് ആരാണ്? സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആണ്. എംപ്ലോയീസിന്റെ ഹെൽത്തും സേഫ്റ്റിയും ഉറപ്പുവരുന്നത് ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഓർഗനൈസേഷൻ ഉണ്ട്. എന്നിരുന്നാൽ മാത്രമാണ് അവരുടെ ഗുഡ് വില്ലും കാര്യങ്ങളും എന്ത് ചെയ്യുള്ളൂ? കൂടുള്ളൂ. ഇനി ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ കോസ്റ്റ് നമുക്കറിയാം, എപ്പോഴും ആക്സിഡന്റ് സംഭവിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം ഹൈ ആയിരിക്കും. അധികം ആക്സിഡൻസ് ഒന്നും സംഭവിക്കാത്ത ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം ലോ ആയിരിക്കും. ഇനി നമ്മൾ എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സ് ഫാക്ടറി ആക്ട് പറഞ്ഞിട്ടുള്ള രീതിയിൽ എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഫൈനും ഇംപ്രിസൺമെന്റും അതേപോലെ തന്നെ ബോത്ത് ഫൈൻ ആൻഡ് ഇംപ്രിസൺമെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് അങ്ങനെ വരാണെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കണ്ടില്ല അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ കൺസേൺഡ് അതോറിറ്റിയിൽ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് പറ്റും. ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസിൽ നമ്മൾ എന്ത് ചെയ്യും? കംപ്ലൈന്റ് കൊടുക്കുന്നു. അവർ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്തി സേഫ്റ്റി മെഷേഴ്സ് കുറവുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനേജ്മെന്റ് ഓർഗനൈസേഷനെതിരെ ഓർഡറും
അടിച്ചുകൂടാനുള്ള ഓർഡർ ഒക്കെ പാസ്സാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. എംപ്ലോയി സേഫ്റ്റി മുതൽ നീഡ്സ് ഓഫ് എംപ്ലോയി സേഫ്റ്റി വരെയാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. ഇതാണ് എംപ്ലോയി സേഫ്റ്റി എന്നും എന്താണ് എംപ്ലോയി സേഫ്റ്റിയുടെ നീഡ്. റീഡ് ചെയ്തോ? റീഡ് ചെയ്തിട്ട് പറയണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് നമ്മൾ നോക്കുമ്പോൾ ഫുള്ളായിട്ട് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് പഠിക്കല്ല കേട്ടോ, ഭയങ്കര പാടാണ്. നമുക്ക് എക്സാമിന് വരുന്നതെന്ന് വെച്ചാല് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനും സെഷനും മാത്രം ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി. നമുക്ക് എംപ്ലോയീസ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് നമുക്ക് 21 സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് നോക്കാനുണ്ട്. ആ സെഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ. നോക്കാണ്. Trenching of machinery deals with the batch section of Factory Act 1948. Dash section of Factory Act 1948. അപ്പൊ ഏത് സെഷൻ എഴുതണം? സെഷൻ 21. മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ Trenching of machinery deals
Section 21 of Factory Act 1948 deals with the dash. മനസ്സിലായ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നേ നമുക്ക് മനസ്സിലായില്ലേ? ഓക്കെ, മനസ്സിലായി. ആ സെക്ഷൻസും ഹെഡിങ്ങും മാത്രം നോട്ട് ചെയ്ത് പോകാം. ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചാൽ മതി, മനസ്സിലാക്കി വെക്കുക കേട്ടോ. മീൻ എന്താണ് സംഭവം എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കാം. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു ഇമേജ് കാണുന്നുണ്ട്. ഒരു മെഷീൻ, ആ ഒരു മെഷീന്റെ ഉള്ളിൽ ഒരു വെയില് പോലെ അല്ലെങ്കിൽ ഒരു കവറിങ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ഫെൻസിങ് കാണുന്നുണ്ടോ? കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വെയില് പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പെർമിറ്റബിൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു മെഷീനിലേക്ക് കയറാനും എക്സിറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ ഓരോ മെഷീൻസും, ചില മെഷീൻസ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീൻസ് ആണ് നിങ്ങൾ കാണുന്നില്ലേ? ചില മെഷീൻസ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ നമ്മുടെ നോർമൽ ആയിട്ടുള്ള പ്ലേസും നമ്മൾ ഈ ഒരു മെഷീൻസിനെ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വെയിൽ പോലെ ബിൽഡ് ചെയ്തിട്ട്, ഫെൻസ് ബിൽഡ് ചെയ്തിട്ട് നമ്മൾ അതൊന്ന് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യാണ്. അതിന്റെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ അകത്താണ്, ആ ഒരു ബൗണ്ടറിയുടെ അകത്താണ് നടക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫെൻസിങ് ഓഫ് മെഷീനറി. For each movable part of the prime mover and each flywheel linked to the prime mover, for the head race and tail race race for each water wheel, and in case if required, each part of the electric generator, rotator, converter or motor, each part of the transmission machinery, and any other dangerous machine or its part, there should be a French securing it. സിമ്പിൾ ആണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു മെഷീന്റെയും മൂവബിൾ പാർട്ടുകൾ അല്ലെങ്കിൽ പ്രൈം മൂവർ, ഫ്ലൈ വീൽസ്, ഹെഡ് റേസ് അല്ലെങ്കിൽ ടെയിൽ റേസ്, അതേപോലെ വാട്ടർ വീല്, പിന്നെ ഇലക്ട്രിക് ജനറേറ്റർ, റോട്ടറേറ്റർ, പിന്നെ മോട്ടർ ഒക്കെ ഉള്ള ഒരു ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ഒരു പ്ലേസിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. ഇതിന്റെ പാർട്സ് നമ്മൾ എന്ത് ചെയ്യണം? ഫെൻസ് ചെയ്യണം. അതിന് സെക്യൂരിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ കാണിച്ചതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വേലി കെട്ടി തിരിക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് വേലി കെട്ടി തിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബലമുള്ള രീതിയിലൂടെ എന്താണ് ഒരു മതിൽ, ഒരു ബൗണ്ടറി പോലെ എന്ത് ചെയ്തിരിക്കുന്നു? അല്ലെങ്കിൽ ഒരു ലോക്ക് ഇട്ടിട്ട് അതിന്റെ ഉള്ളിലാണ് എന്ത് വെച്ചിരിക്കുന്നത്? മെഷീൻസ് ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്താണെന്ന് മനസ്സിലായല്ലോ? The state government has the power to set up regulation for this. അപ്പൊ ഫാക്ടറി ആക്ട് മാത്രമല്ല പറയുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു മെഷീനറി ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സെൻസ് ചെയ്യണം എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സെഷനിൽ പറയുന്നത് വർക്ക് ഓൺ ഓർ നിയർ മെഷീനറി ഇൻ മോഷൻ. നമ്മള് എന്താണ് വർക്ക് ചെയ്യുമ്പോ ചെയ്യുന്ന മെഷീൻസിൽ നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് പ്രിക്കോഷൻസും കാര്യങ്ങളും നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. 1 മിനിറ്റ്. ഇപ്പൊ മൂവിങ് പാർട്സ് ഓഫ് ദ മെഷീൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവും. അവർ കുറച്ച് സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മള് കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം ഈ മൂവിങ് മെഷീനറീസും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനായിട്ട്. സ്ത്രീകളെയോ കുട്ടികളോ പെർമിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഒരു കുറച്ച് മൂവിങ് ഫുള്ളി കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. നമുക്ക് നോക്കാം എന്താണ് മൂവിങ് മെഷീൻ. Work on near or moving machinery in motion. In a case, if it is essential to inspect any part of the moving machinery, നമുക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന മൂവിങ് പാർട്ടിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇൻസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. The inspection can be done only by an expert workers wearing tight fitting cloth.
ഒരു എക്സ്പേർട്ട് വർക്കറിന് മാത്രമേ ആ മൂവിംഗ് ആയിട്ടുള്ള മെഷീൻസ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത് നമ്മൾ ആ ഒരു ഇമേജിൽ കണ്ടിട്ടുണ്ട്. അവരുടെ ഫാക്ടറിയിലെ യൂണിഫോം ആണ്. ടൈറ്റ് ആയിട്ടുള്ള ഫിറ്റ് ആയിട്ടുള്ള ക്ലോത്ത് അല്ലേ അവർ വിയർ ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മളെ പോലെ ഫ്രോക്കോ അല്ലെങ്കിൽ ഗൗണോ ഒന്നും അല്ലല്ലോ. കാരണം ഇത്തിരി അൺസേഫ്റ്റി ആണ്. കാരണം നമ്മുടെ ജസ്റ്റ് ഒരു ഷോൾ ആണെങ്കിൽ പോലും അതിൽ കുടുങ്ങി മേ ബി ആക്സിഡൻസ് സംഭവിക്കാം. ഇപ്പൊ ഞാൻ ഈ കാണിച്ച മെഷീൻ ചെറുതാണ്. ആ വീല് കണ്ടു, വീല് നമ്മുടെ ഷോള് കൊടുക്കുകയാണെങ്കിൽ, 2 ഷോള് കൊടുക്കുകയാണെങ്കിൽ മേ ബി അത് നമ്മളിങ്ങനെ വലിച്ച് ആ ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ആക്സിഡൻസ് ഒക്കെ വീഡിയോസ് ഒക്കെ കാണുകയാണെങ്കിൽ മേ ബി അങ്ങനെയും സംഭവിക്കാറുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ടൈറ്റ് ആയിട്ടുള്ള ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ക്ലോത്തുകൾ നമ്മൾ വിയർ ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ. നോക്കാം. Then he is not permitted to touch the belt of moving pulley if it is more than 6 inches wide and the belt is either laced or flush with belt. നമ്മളത് മൂവിംഗ് ആയിട്ടുള്ള ബെൽറ്റ് ഒന്നും ടച്ച് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. നമ്മളത് 6 ഇഞ്ചസിന് വലുതാണെങ്കിൽ മൂവിംഗ് ആയിട്ടുള്ള ബെൽറ്റ്സ് ഒന്നും അവർക്ക് ടച്ച് ചെയ്യാൻ പാടില്ല. ഓഫ് ചെയ്തതിന് മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. Then children and women are not permitted to be lubricate and clean or adjust any part of the moving transmission machinery or prime movers. ഇവിടെ കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഒരു ജോലി ചെയ്യാൻ സ്ഥാപനത്തിൽ മേ ബി നമുക്ക് കുട്ടീനെ വേറെ എവിടെയും എന്ത് ചെയ്യാനില്ല, മാറ്റി നിർത്താനായിട്ട് പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വർക്ക് ചെയ്യുമ്പോൾ കുട്ടികളെയും ക്യാരി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൊണ്ടുവരാറുണ്ട്, ഫാക്ടറീസിലേക്ക് കൊണ്ടുവരാറുണ്ട് വിചാരിക്കും. അങ്ങനെ വരുമ്പോൾ അത് ക്ലീൻ ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം, ഇതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മാറുമ്പോൾ നമുക്ക് കുട്ടീനെ ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. അങ്ങനെ ആക്സിഡൻസ് സംഭവിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുന്നത്, സ്ത്രീകളെയും കുട്ടികളെയും ഇതേപോലത്തെ മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, അലൗ ചെയ്യില്ല. കാരണം അവരുടെ സേഫ്റ്റി എന്ന് പറയുന്നത് ചിലപ്പോ പുരുഷന്മാര് അല്ലെങ്കിൽ മെൻസ് ആ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ മേ ബി അവർക്ക് ഓവർകം ചെയ്ത് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഓവർകം ചെയ്ത് വരാനായിട്ട് പറ്റും. കാരണം അവരുടെ സ്ട്രെങ്ത്തും കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷെ സ്ത്രീകളെയും കുട്ടികളെയും സംബന്ധിച്ച് അത്രയും സ്ട്രെങ്ത് ഉള്ള വ്യക്തികളല്ല നമ്മൾ സ്ത്രീകളും കുട്ടികളും. അതുകൊണ്ട് അവരെ അലൗ ചെയ്യില്ല. ചില മെഷീൻസിന്റെ അടുത്ത് പോലും പോകാനായിട്ട് കുട്ടികളെയും സ്ത്രീകളെയും എന്ത് ചെയ്യില്ല, അലൗ ചെയ്യില്ല. ഓക്കെ അല്ലേ? വർക്കോൺ നിയർ മെഷീനറി ഇമോഷണൽ ആണെങ്കിൽ ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത് ആയിരിക്കും വിയർ ചെയ്യേണ്ടത്. ദെൻ 6 ഇഞ്ചസിന് മേലെ ആണെങ്കിൽ അവരെന്ത് ചെയ്യാൻ പാടില്ല, ആ ബെൽറ്റ് കാര്യങ്ങൾ ടച്ച് ചെയ്യാൻ പെർമിറ്റ് ചെയ്യില്ല. സ്ത്രീകളെയും കുട്ടികളെയും എന്ത് ചെയ്യില്ല, ആ ഒരു മെഷീൻസും കാര്യങ്ങളും മൂവ് ചെയ്യുന്നതിന്റെ അടുത്ത് പോലും എന്ത് ചെയ്യില്ല, പെർമിറ്റ് ചെയ്യില്ല. 2 സെഷൻസ് നോക്കി, സെഷൻ 21 and 22. ഓക്കെ ആണോ? ഇനി എംപ്ലോയ്മെന്റ് ഓഫ് person on dangerous machines. ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ. ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീൻസിലൊന്നും യങ് പേഴ്സൺസ് ഉണ്ടാവും. യങ് ആയിട്ടുള്ള പേഴ്സൺസ്, യുവാക്കന്മാര്, അവരെ എന്ത് ചെയ്യില്ല, അലൗ ചെയ്യില്ല. കാരണം എന്താണെന്നറിയാവോ, യങ് ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് വെച്ചാൽ അവർ ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവരുടെ ലൈഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇതേപോലത്തെ മെഷീൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് യങ് ആയിട്ടുള്ള പേഴ്സൺസിനെ, യങ്സ്റ്റേഴ്സിനെ അതിൽ എന്ത് ചെയ്യാറില്ല, വർക്ക് ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യാറില്ല. നമുക്കറിയാം ചില മെഷീൻസ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ റേഡിയേഷൻ ഒക്കെ കാരണം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസീസും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കത് അവരുടെ ലൈഫ് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ആ ഒരു എന്താ പറയാ, അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള മെഷീനറി ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് യങ് പേഴ്സൺസിന് നമ്മൾ എന്ത് ചെയ്യില്ല, എംപ്ലോയ്മെന്റ് കൊടുക്കില്ല, അല്ലെങ്കിൽ ജോലി കൊടുക്കില്ല. അത് യങ് പേഴ്സൺസിന് 2 റീസൺ ഉണ്ട്. ഒന്ന് അവരുടെ ലൈഫ്, അവർ ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അതൊരു കാരണമാണ്. പിന്നെ യങ് ആയിട്ടുള്ള പേഴ്സണേക്കാളും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആ വർക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിരിക്കും. നമ്മള് യങ് ആയിട്ടുള്ള പേഴ്സൺസിന് ഭയങ്കരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പെട്ടെന്ന് ചാടിക്കയറി തീരുമാനങ്ങൾ എടുക്കും. ബട്ട് എക്സ്പീരിയൻസ് ആവുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആവുമ്പോൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ട്, കറക്റ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻസും കാര്യങ്ങളും എടുക്കാനായിട്ട് പറ്റും. നോക്കാട്ടോ. Employment of young persons on dangerous machinery. A young person is not permitted to work on machine that is dangerous until he is properly guided regarding the dangers of the machine and preventive measures that needed to be taken. അപ്പൊ എപ്പോഴാണ് യങ് പേഴ്സൺസിന് ആ ഒരു മെഷീനിലേക്ക് വർക്ക് ചെയ്യാൻ അലോ ചെയ്യാത്തത്?
അവർക്ക് പ്രോപ്പർലി ഗൈഡൻസ് കൊടുക്കുന്നതിന് മുമ്പ് പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് ഡേഞ്ചറിനെ കുറിച്ചിട്ട് നമ്മൾ പേഴ്സൺസിന് ഗൈഡൻസ് കൊടുക്കണം. പ്രിവെന്റീവ് മെഷേഴ്സ് എന്തെല്ലാമാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ പേഴ്സൺസിന് നമ്മൾ എന്ത് ചെയ്യില്ല, ഡേഞ്ചർ ആയിട്ടുള്ള മെഷീൻസ് ഹാൻഡിൽ ചെയ്യാൻ അലൗ ചെയ്യില്ല. ഫർദർ ഹി ഷുഡ് ബി adequate trained to work on machine or should be placed under the supervision of an experienced adult before independently handle the machine. അപ്പോ ഇതിക്ക് മുമ്പ് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നമ്മൾ എന്ത് ചെയ്യും, ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ്, ആ മെഷീനെ കുറിച്ചിട്ടുള്ള ആഡ്വക്കേറ്റ് ട്രെയിനിങ് കാര്യങ്ങളും കൊടുക്കും. ദെൻ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അഡൾട്ടിന്റെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രെയിനിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ് മെഷീൻസ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുക്കും. The state government has the power to differentiate such machine on which youngers are not permitted to work. സ്റ്റേറ്റ് ഗവൺമെന്റ് പാസ് ചെയ്തിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന മെഷീൻസിൽ യങ്സ്റ്റേഴ്സിനെ വർക്ക് ചെയ്യാൻ അലൗ ചെയ്യില്ല എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മെഷീൻസിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, യങ്സ്റ്റേഴ്സ് വർക്ക് ചെയ്യില്ല. ഇനി സ്ട്രിക്കിംഗ് ഗിയർ ഓർ ഡിവൈസ് ഫോർ കട്ട് ഓഫ്. നമുക്കറിയാം എന്തെങ്കിലും ഒരു ആക്സിഡൻസും കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യണ്ടേ. അപ്പൊ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഗിയർ ചിലപ്പോൾ ആ ഗിയർ വലിച്ച് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ആ മെഷീന്റെ വർക്കിംഗ് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ആ പവർ എങ്ങനെയാണ് കട്ട് ഓഫ് ചെയ്യുന്നത്, ഓഫും ഓണും കോയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതി, എല്ലാവർക്കും അല്ല, അത് കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, മെഷീൻസ് എനിക്ക് നോക്കിയിട്ട് കിട്ടത്തില്ല കേട്ടോ, മെഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ്, ഈ ഗിയറും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അതിൻ്റെതായ മെഷീൻസും അല്ല സ്വിച്ച് കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, ഇംപ്ലാന്റ് ചെയ്തിരിക്കണം ഫാക്ടറിയുടെ അകത്ത് തന്നെ. In machine, striking gear and device for cutting off of the power. Section 21-24 ആണ്. In machines where driving belts are used and appropriate striking gears or any other efficient mechanical tool needed to available and always in use of moving these belts. നമുക്കറിയാം ചില മെഷീൻസ് എന്താണ് ഗിയറുകൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട എന്താ സഫിഷ്യന്റ് മെക്കാനിക്കൽ ടൂൾസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കണം. The workers needed to take successful measures to make use that the belt is dragging back in the fast pulley. അപ്പോൾ ഫാസ്റ്റ് പുള്ളി യൂസ് ചെയ്ത് ആ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഡ്രാഗ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലായിരിക്കണം കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. While the driving belt are idle, they should not be permitted to be resting on moving shaft. എന്ന് വെച്ചാല് അവർക്കത് ബെൽറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം എങ്ങനെയെങ്കിലും അത് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. There should be appropriate device available that effectively cut off the power when needs arise. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, നമുക്ക് പെട്ടെന്ന് പവർ എന്ത് ചെയ്യണം, കട്ട് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിവൈസും കാര്യങ്ങളും നമുക്ക് ആ ഒരു ഫാക്ടറിയുടെ അകത്ത് അവൈലബിൾ ആക്കണം. If the factory has a machine that can accidentally shift to on and off, maybe ഫാക്ടറിയിലെ മെഷീൻസ് ആക്സിഡന്റലി എന്ത് പറ്റി ഓൺ ആൻഡ് ഓഫ് ആയെങ്കിൽ proper arrangement should be made to lock that machine in safe place to prevent it from starting or stopping by mistake. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, ഫെൻസിങ്ങിന്റെ കാര്യത്തിൽ പറഞ്ഞു, വേലി നമ്മള് എന്താണ് വേലി എന്നുള്ള ഉദ്ദേശിച്ച് ബൗണ്ടറീസും കാര്യങ്ങളും ബിൽഡ് ചെയ്തിട്ട് അത് ഓൺ ഓഫ് ആൻഡ് ചെയ്യേണ്ട പുള്ളീസ് ഉണ്ട്. എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് മെഷീൻസ് ഇങ്ങനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള പുള്ളീസും കാര്യങ്ങളൊക്കെ ആ ഒരു ലോക്കിന്റെ ഉള്ളിൽ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ആക്സിഡന്റലി പോലും ഒരു മെഷീൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാല് നമ്മൾ അറിയാണ്ടായിരിക്കും ചിലപ്പോൾ സ്വിച്ച് ഒന്ന് ഓൺ ആക്കുന്നത്, വലിയൊരു ആക്സിഡന്റ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി ഒരു വ്യക്തിയുടെ ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള ചാൻസ് എന്തുണ്ട്, അങ്ങനെ ആക്സിഡൻസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഫോർ എംപ്ലോയി സേഫ്റ്റി ആണ്. ആദ്യം നമ്മൾ സെക്ഷൻ 21 ഫെൻസിങ് ഓഫ് മെഷീൻസ് ഞാൻ ആ എക്സാമ്പിളും ഇമേജസും കാണിച്ചു തന്നു. ഇതിൽ ഈ ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് കണ്ടോ, റെഡ് യെല്ലോ സ്വിച്ച് ഒക്കെ കണ്ടോ, മേ ബി അതിൽ ഏതൊരു സ്വിച്ച് ആയിരിക്കും ഓൺ ആൻഡ് ഓഫ് എന്നുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ലോക്ക് ചെയ്യണം. അതിലേക്ക് പെർമിറ്റബിൾ ആയിട്ടുള്ള പെർമിഷൻ ഉള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ലോക്ക് നമുക്ക് സാധാരണ തുറക്കാനായിട്ട് പറ്റും.
ചില വലിയ അത്യാവശ്യം എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ ലോക്ക് ചെയ്യുന്നിടത്താണെങ്കിൽ കാർഡ് അസസ് ആണ്. ആ എംപ്ലോയീസിന് മാത്രമേ ആ കാർഡ് അലൗ ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന് മാത്രമേ എൻറ്റർ ചെയ്യാനും എക്സിസ്റ്റ് ചെയ്യാനുള്ള എന്തുള്ളൂ റൈറ്റ്സ് ഉള്ളൂ എന്നുള്ള രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ, 4th സെഷൻ വരെ ഒന്ന് റീഡ് ചെയ്ത് നോക്ക് കേട്ടോ. 4 പോയിന്റ്സും ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. റീഡ് ചെയ്ത് നോക്കിട്ടാ. നമ്മളെ സെഷൻസും കാര്യങ്ങളും നോട്ട് ചെയ്യാം. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.
റീഡ് ചെയ്തോ? ക്ലിയർ ആണോ ടോപ്പിക്? പഠിക്കുമ്പോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കുമ്പോൾ സെഷനും പോയിന്റും മാത്രം ഒന്ന് നോക്കി പോയാൽ മതി. വേറെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറില്ല. ഇനി നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് സെഷൻ ആണ്, ഫിഫ്ത്ത് കാറ്റഗറി പ്രൊവിഷൻ ആണ് സെൽഫ് ആക്ടിംഗ് മെഷീൻസ്. സെൽഫ് ആക്ടിംഗ് മെഷീൻസ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഓട്ടോമാറ്റിക് മെഷീൻസ്. ഓട്ടോമാറ്റിക് മെഷീൻസ്. അപ്പോൾ ആസ് പെർ ദ ഫാക്ടറി ആക്ട്, ഇൻ എ ഫാക്ടറി വെയർ സെൽഫ് ആക്ടിംഗ് മെഷീൻസ് ആർ ഓപ്പറേറ്റഡ്, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ടെങ്കിൽ there should be no transferring path that makes an inward or outward trace within a distance of 18 inches. So from any statutory object, മറ്റ് ഒബ്ജക്റ്റീവ്സ് നിന്ന് ഒരു 18 inches എവേ ആയിരിക്കണം നമ്മുടെ സെൽഫ് ആക്ടിംഗ് മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. That is not a part of machine if the workers are likely to pass over running space of that machine. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് മെഷീൻസിന്റെ ആ ഒരു പാർട്ടിലേക്ക് നമ്മൾ മറ്റു മെഷീൻസ് വന്ന് കൊള്ളായിട്ട് ചെയ്യാതിരിക്കാനും അതേപോലെ അവർക്ക് വർക്ക് ചെയ്യാനൊരു റണ്ണിങ് സ്പേസ് കാര്യങ്ങളൊക്കെ നമ്മൾ അലൗ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 18 inches away objects fix ചെയ്യുന്നത്. An exemption under might be made by the chief inspector of the factories in factory established before the act was passed. കുറച്ച് എക്സംഷൻസ് പറയുന്നുണ്ട്. അത് നമ്മുടെ ഫാക്ടറി ആക്ട് പാസ് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള മെഷീൻസിനാണ് ആ എക്സംഷൻസ് അലൗ ചെയ്യുന്നത്. അല്ലാത്ത എല്ലാ സെൽഫ് ആക്ടിംഗ് മെഷീൻസും ഇത്രയും സ്പേസ് എന്ത് ചെയ്യണം, മറ്റ് മെഷീൻസിൽ നിന്ന് ഇത്രയും സ്പേസ് എന്ത് ചെയ്യണം, വിട്ടിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി കേസിംഗ് ഓഫ് ന്യൂ മെഷീൻസ്. നമ്മൾ ചില മെഷീൻസിന് കേസ് വേണം എന്ന് ഫാക്ടറി ആക്ട് പറയുന്നുണ്ട്. ചില ജനറേറ്റേഴ്സ് നമുക്കറിയാം ഈ മെഷീൻസ് കാര്യങ്ങളൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. ഒരു മിനിറ്റ് ഞാൻ ആ കേസിന്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ചില മെഷീൻസിന് എന്ത് വേണം, കേസിംഗ് നിർബന്ധമാണ്. അപ്പോ ന്യൂ മെഷീൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇന്ന മെഷീൻസിനൊക്കെ അതിൻ്റെതായ കേസും കാര്യങ്ങളും വേണം എന്ന് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഒരു ബോക്സിന്റെ ഉള്ളിലാണ് ആ ഒരു മെഷീൻ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. സോ അതാണ് കേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ഒരു മെഷീന്റെ ഉള്ളില് ഈ ഒരു കേസാണ്, പ്ലാസ്റ്റിക്കിന്റെ ആയിട്ടുള്ള ഒരു കേസാണ് നിങ്ങൾ കാണുന്നത്. അതിന്റെ ഉള്ളിലായിരിക്കും ഈ മെഷീൻസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. കാരണം ചില മെഷീൻസിന് നിർബന്ധമായിട്ടും എന്ത് പറയുന്നുണ്ട്, കേസ് വേണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ കേട്ടോ സെഷൻ 26, every set of screw, bolt, key or any revolving shaft will be on എല്ലാത്തിനും എന്ത് വേണം, കേസ് വേണം എന്ന് പറയുന്നത്. കാരണം ഡേഞ്ചറസ് ആണ്, ഇവിടെ എംപ്ലോയീസ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ഡേഞ്ചറസ് ആണ്. അപ്പൊ ആ ഡേഞ്ചർ നമ്മൾ പരിധി വരെയും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ കേസ് വേണം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതൊരു മെഷീനാണ്. അപ്പൊ അതിൽ ഒരു കേസ്, സ്റ്റീലിന്റെ ഒരു കേസ് ആ മെഷീന്റെ പുറത്ത് ആ ഒരു എന്താ പറയാ സിലിണ്ടർ പോലത്തെ കേസ് എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, മെഷീന്റെ അകത്ത് നമ്മളത് നിങ്ങൾക്ക് കാണുമ്പോൾ എത്ര മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിയില്ല. മെഷീന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കേസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. മെഷീന്റെ പുറത്തായിട്ട് നമുക്ക് മറ്റ് എംപ്ലോയീസിനൊന്നും ഡേഞ്ചറസ് ആവാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കേസ് അതിനൊരു ഷെല്ല് പോലെ ബിൽഡ് ചെയ്യുന്നു. ഒരു എന്താ പറയാ കവർ കൊടുക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടത് എന്തായിരുന്നു, ഒരു വെയില് പോലെ തിരിക്കുന്നല്ലേ, ഇതൊരു കവറേജ് കൊടുക്കുന്നു. ചുറ്റും ആക്സിഡൻസ് ഒന്നും അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കവറേജ് അലൗ ചെയ്യുന്നത്. മനസ്സിലായില്ല അല്ലെ? ഓക്കെ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില മെഷീൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ആക്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന മെഷീന് കവറേജ് കൊടുക്കണം. അത് മറ്റ് എന്താ പറയാ മെഷീൻസിന് ഒരു കേസിന്റെ ഉള്ളിലായിരിക്കണം അത് എന്ത് ചെയ്യാനായിട്ട് ഇംപ്ലാന്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനൊരു
എന്താ പറയാ ഓവർകോട്ട് പോലെ ഓവർ കവറേജ് കൊടുക്കണം. അതിന് ചുറ്റും ഒരു കവറേജ് കൊടുക്കണം. കാരണം ആ സ്ക്രൂവും കാര്യങ്ങളൊന്നും ടച്ച് ചെയ്തിട്ട് മറ്റു കാര്യങ്ങൾ കൊണ്ടും ആക്സിഡൻസും കാര്യങ്ങളും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓവർ ആയിട്ടുള്ള കവറേജ് അലൗ ചെയ്യണം എന്നാ പറയുന്നത്. In factory established post commencement of the act, it is the mandatory that every screw, key or bolt of a revolving shaft be spindle, bond, spear or and other gear is covered and protected in view of safeguarding the workman. Workman safeguard ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു കവർ ചെയ്യണം. നമുക്ക് കവർ ചെയ്യണം. ഈ പ്ലാസ്റ്റിക്കോ സ്റ്റീലോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കും കവർ ചെയ്യുന്നത്. The seller also need to sell the machine in proper case or covering. നമ്മളൊരു കാര്യം സെയിൽ ചെയ്യുമ്പോൾ സെല്ലർ എന്ത് ചെയ്യണം? മെഷീൻസ് ഒക്കെ സെയിൽ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള കേസോ കവറിങ്ങോ കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സെൽ ചെയ്യാൻ പാടുള്ളൂ. The state government can provide further rules in this respect. അപ്പൊ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും അതിന്റേതായ റൂൾസും കാര്യങ്ങളല്ലേ. ഇതിന്റെ മെഷീന് ഇതിന്റെ കവർ വേണം എന്ന് നിർബന്ധമാണ്. അപ്പൊ അത് അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ ആ 2 പോയിന്റും കൂടി ഒന്ന് റീഡ് ചെയ്തേ. അപ്പൊ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ. Thank you, Thank you, ma'am.